ഞാനൊരു ചെറിയൊരു ഇത് മാത്രം പറയാം. ഈ ഗരുഡ പുരാണത്തില് ഭഗവാൻ അതിനകത്ത് ഈ എംബ്രിയോയുടെ, അതായത് ഈ ഭ്രൂണത്തിന്റെ സ്റ്റേജസിനെ പറ്റി പറയുന്നുണ്ട്. അതായത് ഇത്ര നാളാവുമ്പോൾ അതായത് ഈ ഭ്രൂണത്തിന് എന്തൊക്കെയാ മാറ്റങ്ങളാണ് വരുന്നത്, അത് കഴിഞ്ഞ് കുറച്ചും കൂടി നാളാവുമ്പോൾ വീണ്ടും എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ അത് നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൈനക്കോളജിയിൽ, ഇപ്പം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഗൈനക്കോളജി ടെക്സ്റ്റിൽ എന്താണോ എംബ്രിയോക്ക്, അതായത് ഭ്രൂണത്തിന് മാറ്റം വരുന്നതിന്റെ അവസ്ഥയെ പറ്റി പഠിച്ചിട്ടുള്ളത്, അതായത് ആദ്യത്തെ ആഴ്ച എന്ത് സംഭവിക്കുന്നു, രണ്ടാമത്തെ ആഴ്ച എന്ത് സംഭവിക്കുന്നു, ആദ്യത്തെ മാസം എപ്പോഴാണ് കുഞ്ഞു വിരലുകൾ ഉണ്ടാവുന്നത്. കാരണം ആദ്യം നമ്മുടെ വിരലുകൾ ഇങ്ങനെയല്ല ഉണ്ടാവുന്നത്, അതിങ്ങനെ വെബ്ഡ് ആയിരിക്കും, അതായത് ഒന്നിച്ച് ചേർന്നിരിക്കും. പിന്നെയാണ് അതിന്റെ ഡിവിഷൻ വന്നിട്ട് ഓരോ വിരലുകളായിട്ട് മാറുന്നത്. ആദ്യം നമ്മൾ ഈ താറാവിന്റെ ഒക്കെ കാല് പോലെയാണ് കുഞ്ഞിന്റെ വിരലിരിക്കുന്നത്, പിന്നീടാണ് അത് വെബൊക്കെ മാറിയിട്ട് അങ്ങനെ ആവുന്നത്. അപ്പൊ അങ്ങനെ ഓരോ അവസ്ഥയും ഭഗവാൻ ഗരുഡ പുരാണത്തില് ഗരുഡനോട് വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുരാണത്തിൽ സയൻസ് ഇല്ല എന്ന് പറയുന്ന ആളുകൾ ഇത് അങ്ങനെ ഒരു ചിന്ത വരുന്ന സമയത്ത്